ഡോഗിനെ നമ്മൾ കീപ്പുന്നത് എപ്പോഴും ഇങ്ങനെ ഓപ്പോസിറ്റ് വേണം കീപ്പൻ. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇത് ഡോഗ് ട്രെയിനിങ് സ്കൂൾ കൊട്ടാരക്കര പള്ളിക്കലിൽ ഉള്ള ഒരു സ്ഥാപനമാണ്. എൻ്റെ പേര് പ്രഭാകരൻ. ഞാനൊരു എക്സ് ആർമിയാണ്. 10-24 വർഷം ഇന്ത്യൻ ആർമിയിൽ ജോലി ചെയ്താണ്. അത് കഴിഞ്ഞ് ഇവിടെ വന്നാണ് ഒരു ഡോഗ് ട്രെയിനിങ് സ്കൂൾ തുടങ്ങണമെന്നും അതുപോലെ തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഒരു ആഗ്രഹം തോന്നി. ഈ ഡോഗിൻ്റെ ഹോസ്റ്റൽ ഇതിനോടൊപ്പം തന്നെയുണ്ട്. ഇതാണ് എൻ്റെ സാമ്രാജ്യം, ഡോഗിൻ്റെ സാമ്രാജ്യങ്ങളാണിത്. ഈ ചേട്ടനെ പരിചയപ്പെട്ടത് തന്നെ വളരെ അടുത്ത കാലത്താണ്. അദ്ദേഹത്തിൻ്റെ 2 ഡോഗുകളുടെ ട്രെയിനിങ്ങും സ്വന്തമായിട്ട് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം അഭിമാനം തോന്നി. ചേട്ടനെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം, ഇതെങ്ങനെയാണ് നടത്തിക്കൊണ്ട് പോകുന്ന കാര്യങ്ങളും. അപ്പം പിന്നെ വളരെ യാദൃച്ഛികമായിട്ടാണ് ഞാൻ പ്രഭാകരൻ സാറിനെ പരിചയപ്പെട്ടത്. അപ്പോൾ പരിചയപ്പെട്ടപ്പോൾ അറിഞ്ഞ ഒരു കാര്യമാണ് ഇവിടെ ഡോഗിൻ്റെ ട്രെയിനിങ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അവർക്കുള്ള ഹോസ്റ്റൽ സൗകര്യം. എന്നെ ഒരുപാട് പേര് വിളിച്ചു ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ പിന്നെ അവർ ഏതെങ്കിലും മറ്റ് വിശേഷ ദിവസങ്ങളിൽ എവിടെയെങ്കിലും പോകുമ്പോഴോ മക്കളുടെ വീട്ടിൽ പോകുന്ന രക്ഷകർത്താക്കളോ ഒക്കെ അവരുടെ ഡോഗിനെ ഒന്ന് പിന്നെ താമസിപ്പിക്കാൻ, കുറച്ച് ദിവസം ഒന്ന് താമസിപ്പിക്കാനുള്ള സൗകര്യം ഇവിടെ കിട്ടും എന്നൊക്കെ പലരും വിളിച്ചു ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സൗകര്യമാണ് ഇവിടെ. അപ്പോൾ ഇത് ഈ K9 എന്ന ഡോഗ് ട്രെയിനിങ് സെൻറ്റർ. അപ്പോൾ ഇതിൻ്റെ നമ്പർ ഞാൻ പിന്നെ കൊടുത്തേക്കാം. അപ്പോൾ ഇവിടെ 2 പേരുണ്ട്, പ്രഭാകരൻ സാറുണ്ട്, അതുപോലെ തന്നെ ട്രെയിനറാണ് നമ്മുടെ പാർവതിയും ട്രെയിനിങ് പിന്നെ ഡോഗിന് ട്രെയിനിങ് കൊടുക്കുന്ന ആളാണ്. അപ്പം നമുക്ക് മറ്റ് വിശേഷങ്ങൾ ഓരോന്ന് ചോദിക്കാം. ഇവിടെ കുറേ പേരുണ്ട്, പിന്നെ ട്രെയിനിങ്ങിന് വന്നിട്ടുള്ളവരുണ്ട്, പിന്നെ ഹോസ്റ്റലിൽ ആയിട്ട് വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ അവരെല്ലാം ഇവിടെ ഓരോ ഭാഗങ്ങളിൽ കിടക്കുന്നുണ്ട്, ഇവിടെയുണ്ട്. അപ്പം എനിക്ക് രസകരമായിട്ട് തോന്നിയത് പിന്നെ ഒരു അന്തരീക്ഷം, നല്ല എന്താ പറയുന്നത്, നല്ലൊരു തണലും ഒക്കെയുള്ള, ഇവർക്ക് പിന്നെ നടക്കാനും ഒക്കെ ഉള്ളൊരു നല്ലൊരു സിറ്റുവേഷൻ ഇതിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് ഡോഗിന്റെ പിന്നെ ഇതിനാണ് ടോയ്ലറ്റ് ട്രെയിനിങ്ങിന് വേണ്ടിയാണ് ഈ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. ഇതെല്ലാം നന്നാല് പേര് ഇറക്കും. അവര് ടോയ്ലറ്റ് കഴിഞ്ഞതിന് ശേഷം കൂടെല്ലാം വാഷ് ചെയ്ത് അവരെ കയറ്റിയതിനു ശേഷം വീണ്ടും 4 പേര് ഇറക്കും. ഇവരെ ഒന്നിച്ചിറക്കി കഴിഞ്ഞാൽ പല സ്ഥലത്തു നിന്ന് വരുന്ന ഡോഗുകൾ, പല ആക്റ്റീവായിട്ടുള്ള ഡോഗുകൾ, അവർ ചിലപ്പം അങ്ങോട്ടും ഗുസ്തി പിടിക്കാൻ അറ്റാക്ക് ചെയ്യാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓരോരുത്തരും ഇറക്കി അവരുടെ ടോയ്ലറ്റ് കഴിഞ്ഞതിന് ശേഷം മറ്റു 4 പേര്. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. രാവിലെ നമ്മൾ ഇതിന്റെ ഫുഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 10-10:30 ആകുമ്പോൾ ഇതിന് രാവിലെ നമ്മൾ കൂരക കുറുക്കി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന കൂരക ഉണ്ടല്ലോ, അത് കുറുക്കി അതിനകത്ത് ചിക്കൻ പീസോ അല്ലെങ്കിൽ മുട്ട ഉടച്ചൊഴിച്ചോ ആണ് നമ്മൾ രാവിലെ രാവിലെ സാറ് രാവിലെ എത്ര മണിക്കാണ് ട്രെയിനിങ്? രാവിലെ കറക്റ്റ് 6:30 ആകുമ്പോൾ ട്രെയിനിങ് തുടങ്ങും. ട്രെയിനിങ് തുടങ്ങി ഒരു 10-11 മണിയാകുമ്പോഴത്തേനും ട്രെയിനിങ് തീരും. ട്രെയിനിങ് തീർന്നതിന് ശേഷമാണ് ഇവർക്ക് ഫുഡ് കൊടുക്കുന്നത്. ആദ്യത്തെ ഫുഡ് രാവിലെ 10-11 മണിക്കകത്ത് വെച്ച് കൊടുക്കും. രണ്ടാമത് നമ്മൾ കൊടുക്കുന്നത് പറഞ്ഞാൽ വൈകിട്ട് 4 മണിക്ക്. വൈകിട്ട് 4 മണിക്ക് ഫുഡ് കൊടുത്തതിന് ശേഷമേ നമ്മൾ ടോയ്ലറ്റിന് വേണ്ടി ഇറക്കുള്ളൂ. കാരണം ഇവർക്ക് ഫുഡ് കഴിച്ചതിന് ശേഷം നല്ല പ്രഷർ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ആഹാരം കഴിച്ചതിന് ശേഷം ഇറങ്ങുന്നത്. രാത്രിയിൽ ഒരിക്കലും ഡോഗിന് ഫുഡ് കൊടുക്കരുത്. രാത്രി ഫുഡ് കൊടുക്കരുതെന്ന് പറഞ്ഞ കാര്യം, ഈ ഡോഗ് രാത്രി ഫുഡ് കഴിച്ചാൽ അത് ഡെഡ് ഡോഗ് ആയി പോകത്തേ ഉള്ളൂ. അത് വർക്കിംഗ് ലൈനിൽ നമുക്ക് കിട്ടില്ല. നമുക്കൊരു ഡോഗിനെ വളർത്തുക എന്ന് പറയുന്നത് നമ്മുടെ ഗാർഡായിട്ടാണ് നമ്മുടെ ഡോഗിന്, നമുക്കൊരു ഹെൽപ്പ്. അപ്പൊ ഇതിന് രാത്രി ഫുഡ് കൊടുക്കാതെ ഒരു 4 മണിക്ക് ഫുഡ് കൊടുത്ത് നിർത്തി കഴിഞ്ഞാൽ രാത്രിയിൽ അവൻ ആക്റ്റീവായിരിക്കും. അല്ലെങ്കിൽ വയറ് നിറച്ചിട്ട് എവിടെങ്കിലും കിടന്ന് ഉറങ്ങേ ഉള്ളൂ. അതുകൊണ്ട് എപ്പോഴും ആരായാലും ഡോഗിന് 4 മണിക്ക് ഫുഡ് കൊടുത്ത് നിർത്തുക. ഇത് എനിക്ക് ഒരു പുതിയ അറിവാണ്. ഞങ്ങളും രാത്രി ഒരു 8 മണിക്കാണ് ഫുഡ് കൊടുത്തുകൊണ്ടിരുന്നത് ഇതുവരെയും. അപ്പം ഇതൊരു പുതിയ അറിവാണ്. ഇതിപ്പോ എന്തായാലും നമ്മൾ ഇത് തന്നെ ഫോളോ ചെയ്യുക. അതാണ് ഇപ്പം പിന്നെ അല്ലേ, നേരത്തെ 4 മണിക്ക് ഫുഡ് കൊടുത്ത് അവർക്ക് പിന്നെ റെഡി ആയതിനു ശേഷം പിന്നെ അവര് ആക്റ്റീവായിട്ട് അങ്ങ് ഇരുന്നോളൂ. അതൊരു നല്ലൊരു പരിപാടിയാണ്. അതാണ് നല്ലത്. അതേപോലെ തന്നെ ഡോഗിനെ എന്നും എടുത്ത് കുളിപ്പിക്കരുത്. ഡോഗിനെ കുളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു 10-15 ദിവസം കൂടുമ്പോൾ മാത്രമേ ഡോഗിനെ കുളിപ്പിക്കൂ. പിന്നെ അഴുക്കോ എന്തെങ്കിലും പറ്റുവാണെങ്കിൽ കുളിപ്പിക്കുക, അത് വേറെ കാര്യം. കാരണം നമ്മുടെ ശരീരത്ത് വേർപ്പ് ഓടുന്ന സുഷിരങ്ങളുണ്ട്, ഡോഗിന്റെ ശരീരത്ത് അതില്ല. അപ്പൊ ഡോഗിനെ കുളിപ്പിക്കുന്ന ഡോഗിന് മറ്റഴുക്കുകളൊന്നും ശരീരത്തിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്നില്ല. അപ്പോഴെന്തെങ്കിലും അഴുക്കുകളോ ചെളിയോ എല്ലാം പരളുവാണെങ്കിൽ അതിനെ കുളിപ്പിക്കാം. അല്ലാതെ അതിനെ കുളിപ്പിക്കുന്നത് 15 ദിവസം ഒരിക്കൽ കുളിപ്പിക്കാൻ മതി.
അത് കുളിക്കുമ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവും. നനഞ്ഞ കൂട്ടിൽ ഒരിക്കലും ഡോഗിനെ ഇടായിരുന്നു. നനഞ്ഞ കൂട്ടിലിട്ടാലും ഈർപ്പം വലിച്ചെടുത്ത് അതിന് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവും. എപ്പോഴും ഡ്രൈ ആയിട്ട് കിടക്കുന്ന കൂട്ട് തന്നെ വേണം. അപ്പം പിന്നെ വേറൊരു കാര്യം ഞാൻ ഒരു സംശയം ചോദിക്കാം സാറേ. പിന്നെ ഇപ്പൊ ഈ പൊതുവെ ചൂടുകാലമാണ്. ചൂടുകാലത്ത് അവര് കിതപ്പൊക്കെ ഉണ്ടാവും, ചൂടും ഉണ്ടാവും. അപ്പം കുളിപ്പിക്കുകയല്ലാതെ അവരെ നമ്മൾ പിന്നെ വൈകിട്ട് നനച്ച് വെറുതെ വെള്ളം അടിച്ച് നനച്ച് തുടച്ചെടുക്കുന്നതുകൊണ്ട് പ്രശ്നം വല്ലതും ഉണ്ടോ? അങ്ങനെ തുടച്ചെടുക്കേണ്ട അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രം അതിനെ ട്രൈ ആക്കണം. അതിനെ വെള്ളം അടിച്ച് നനച്ച് അതേപോലെ കൊണ്ടുവന്ന് കൂട്ടിക്കയറ്റുന്നത് അത് ഭയങ്കര അപകടമാണ്. അപ്പോൾ അതിനെ ട്രൈ ചെയ്ത് വേണം നമ്മുടെ മെഷീൻ കൊണ്ട് ഒന്ന് ഡ്രയർ ഉപയോഗിച്ച് ഡ്രൈ ചെയ്ത് വേണം കയറ്റിയിടാൻ. അതുപോലെ തന്നെ ഈ ഡോഗിന് എപ്പോഴും എല്ലാ ദിവസവും കോമ്പ് ചെയ്യണം. കോമ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ രോമങ്ങൾ എന്ന് പറഞ്ഞാൽ താപ്പോട്ടാണ് ഈ കിടക്കുന്നത്. അതേപോലെ ഡോഗിന്റെയും ശരീരത്തിന്റെ കഴുത്തിന്റെ അവിടെ താപ്പോട്ടാണ് കിടക്കുന്നത്. അപ്പോൾ എപ്പോഴും അതിന് ചീപ്പിന് ഓപ്പോസിറ്റ് വേണം ചീപ്പ്. ഇങ്ങനെ ഓപ്പോസിറ്റ് ചീപ്പി കഴിഞ്ഞാൽ ശരീരത്തെ ചാരണം, അതുപോലെ പൊഴിഞ്ഞിരിക്കുന്ന രോമങ്ങൾ ഇതെല്ലാം പൊഴിഞ്ഞങ്ങ് മാറും. അത് കഴിഞ്ഞ് വേണം തിരിച്ച് ചീപ്പണം. പക്ഷെ ഇത് ഓപ്പോസിറ്റ് ചീവിയതിനു ശേഷം വേണം തിരിച്ച് ചെയ്യുവാൻ. പിന്നെ അതുപോലെ തന്നെ ഡോഗിന് കൊടുക്കുന്ന ഫുഡ് മധുര പലഹാരങ്ങൾ കൊടുക്കാതിരിക്കുക. ഒരിക്കലും മധുര പലഹാരങ്ങൾ കൊടുക്കണം. ഫ്രൂട്ട്സ് ഐറ്റംസ്, ഈ ആപ്പിള്, മുന്തിരിങ്ങ, അതുപോലെ തന്നെ കപ്പയ്ക്ക, ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊടുക്കാതിരിക്കുക. ഫുഡിന്റെ കൂടെ മത്തങ്ങ കൊടുക്കാം. മത്തങ്ങ, തൈര് ഇതെല്ലാം കൊടുക്കുന്നത് നല്ലതാണ്. കപ്പയ്ക്ക കൊടുക്കാം. പപ്പായ വീട്ടില് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പപ്പായ കൊടുക്കാം. മത്തങ്ങ വേവിച്ച് ആഹാരത്തിനോട് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പൊ മുന്തിരിങ്ങ അവർക്ക് പ്രശ്നമാണെന്ന് നേരത്തെ മുന്തിരിങ്ങ ഒരിക്കലും ചോക്ലേറ്റ് ചോക്ലേറ്റ് ഇതെല്ലാം പ്രശ്നമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അതായൊന്നും വീട്ടിൽ അങ്ങനെ കൊടുക്കുന്നതുമില്ല. ഇവിടുത്തെ പരിസരങ്ങളെല്ലാം അടിപൊളിയാണ്. പരിസരം എല്ലാം അടിപൊളി, നല്ല നീറ്റാണ്, തണലാണ്, താമസിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷം. പെട്ടെന്ന് ഇറക്കി വിട്ട പോലെ ചെളിയിലൊക്കെ പോയി കിടന്ന് ഉരുളിയൊന്നുമില്ല. അതുപോലെ തന്നെ ഞാൻ രാവിലെയും വൈകിട്ടും ഇതിന്റെ കൂടുകൾ പിന്നെ വാഷ് ചെയ്യും. വാഷ് ചെയ്യുന്ന കേനൽ വാഷ് ഉപയോഗിച്ചാണ് ഈ വഴി. ഒരിക്കലും മറ്റ് ലിക്വിഡ് ഒന്നും ഉപയോഗിച്ച് വാഷ് ചെയ്യാതിരിക്കുക. ആ ലിക്വിഡിനകത്തൊക്കെ കൂടുതൽ എഫക്റ്റ് ഉണ്ട്. അതുകൊണ്ട് അത് ഇട്ട് കഴിഞ്ഞാൽ ശരീരത്തെ രോമങ്ങൾ പൊഴിഞ്ഞ് സ്കിൻ ഇൻഫെക്ഷൻ ഉണ്ടാവും. അതുകൊണ്ട് കേനൽ വാഷ് ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. അത് ഒരു 5 ലിറ്റർ വെള്ളത്തിൽ ഒരു 10 ml 12 ml അത്രയും മതി. എന്നിട്ട് അതങ്ങ് ഫുൾ ചെയ്തിട്ട് അത് 2-3 ദിവസം നമുക്ക് യൂസ് ചെയ്യാമല്ലോ. ഡൈല്യൂട്ട് ചെയ്ത് കഴുകുക. അപ്പം ഇവിടെയാണ് ഇവരെ ട്രെയിൻ ചെയ്യുന്ന സ്ഥലം. അതിന്റെ മെറ്റീരിയലുകളെല്ലാം ഇരിപ്പുണ്ട് അല്ലേ? ഇവർക്ക് പേരുണ്ടോ? ലിയോ. അത് ലിയോ. അപ്പൊ ലിയോ ഉണ്ട് കേട്ടോ, ബെൽജിയം ലിയോ. ഇത് വന്നിട്ട് 10 ദിവസം ആയതേ ഉള്ളൂ. അപ്പം 10 ദിവസത്തെ ട്രെയിനിങ് എന്ന് പറഞ്ഞ് അനുസരിച്ചേ കാണൂ. ഇപ്പൊ ഡോഗിനെ നമ്മൾ നടത്തുക എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വേണം നടത്തുമ്പോൾ. ഷോർട്ട് ലീസിൽ വേണം ഡോഗിനെ പിടിക്കാൻ. ലോങ് ലീസിൽ ഒരിക്കലും ഡോഗിനെ പിടിക്കണം. ഡോഗ് പിടിച്ച് വലിച്ചോണ്ട് പോകത്തേ ഉള്ളൂ. ഷോർട്ട് ലീസിൽ പിടിച്ചതിന് ശേഷം അതിനെ ഹീൽ വാക്കിങ് ചെയ്യുക. ഹീൽ വാക്ക്, സിറ്റ്, down, get up, come, right, heel. ഹീൽ എപ്പോഴും നമ്മുടെ ലെഫ്റ്റ് സൈഡ് നമ്മുടെ ഹീലിനോട് ചേർന്നുള്ള ഡോഗ് ഇരിക്കാൻ. ഇതിപ്പോൾ 10 ദിവസം ആയതേ ഉള്ളൂ. ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ആവേണ്ട ഡോഗാണ്. ഗുഡ് ബോയ്, ഷേക്ക് ഹാൻഡ്. ഗുഡ് ബോയ്, കം, ജംപ്, ഗുഡ്, ഗെറ്റ്, സിറ്റ്, ഗുഡ് ബോയ്. ഒരു 40-45 ദിവസം ആകുമ്പോഴത്തേന് നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിക്കോളും. ഇയാൾക്ക് സ്മെല്ല് വർക്ക് കൂടെ വേണമെന്നാണ് അവർ പറയുന്നത്. ഈ കാണിച്ചിരിക്കുന്ന സ്മെല്ല് വർക്കിന് വേണ്ടിയുള്ള ആദ്യത്തെ ബേസിക്കാണ്. ഇപ്പം നമ്മൾ ഒരു ഇറച്ചി പീസ് എന്തെങ്കിലും നമ്മൾ എവിടെയെങ്കിലും കൊണ്ടിട്ടിട്ട് കൈ മണപ്പിച്ച് കഴിഞ്ഞാൽ അത് ഏതിലാണെന്നുള്ളത് അദ്ദേഹം പോയി കണ്ടുപിടിച്ച് അതിൻ്റെ അടുത്ത് പോയി നിന്ന് കുറയ്ക്കും.
അങ്ങനെ ഒരു 2 ആഴ്ചയാകുമ്പോൾ ഇവിടുത്തെ രീതികളങ്ങ് മാറി. എന്നിട്ടാണ് നമ്മൾ പുറത്തോട്ട് കൊണ്ടുപോകുന്നത്. പുറത്ത് കൊണ്ടുപോയി എവിടെയെങ്കിലും ഒരു സൈഡിൽ വെച്ചതിന് ശേഷം കൈ മണപ്പിച്ച് കഴിഞ്ഞാൽ മണപ്പിച്ച് കഴിഞ്ഞാൽ അയാൾ അത് പോയി കണ്ടുപിടിക്കും. അങ്ങനെയാണ് ലോങ് ഡിസ്റ്റൻസിൽ നമ്മൾ പഠിപ്പിച്ചെടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡോഗിനെ നമ്മൾ കീപ്പ് ചെയ്യുന്നത് എപ്പോഴും ഇങ്ങനെ ഓപ്പോസിറ്റ് വേണം. അപ്പൊ പൊഴിഞ്ഞ രോമങ്ങളെല്ലാം റിമൂവ് ആയി പോകും. എന്നിട്ട് വേണം തിരിച്ചു ചെയ്യുവാൻ. എന്നിട്ട് ആളുടെ കൈയും കാലൊക്കെ കൈ എടുത്ത് പൊക്കിപ്പിടിച്ചേക്ക് ഹാൻഡ് ചോദിക്കുമ്പോൾ ഹാൻഡ് തരണം. അടിവശം ചെയ്യുവാൻ. നെക്സ്റ്റ് ഹാൻഡ് ദിസ് വൺ. ഓക്കെ, ഹെഡ് അപ്പ്. ഇപ്പം ചീവി കളയാൻ നമുക്ക് എളുപ്പമുണ്ട്. ഈ ഫെച്ച് ഔട്ടും പഠിപ്പിക്കുന്ന പറഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്തെങ്കിലും ചില ഡോഗിൽ കടിച്ച് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ വിടത്തില്ല. അതിനാണ് നമ്മൾ ഈ ഫെച്ച് ഔട്ടും പഠിപ്പിക്കുന്നത്. ഫെച്ച് ഔട്ട്, ഫെച്ച് ഔട്ട്. ഇത് നമ്മൾ പിന്നെ പഠിപ്പിക്കുന്നതാണ്. നമുക്ക് വേണ്ട ചെരുപ്പായിട്ട് കടിച്ച് പിടിക്കും, ചിലപ്പോൾ അയാൾ വിടത്തില്ല. അപ്പോൾ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പിന്നെ അയാൾക്ക് മനസ്സിലാവും ഔട്ട് എന്ന് പറഞ്ഞാൽ ഔട്ട് ചെയ്യണം, ഫെച്ച് എന്ന് പറഞ്ഞാൽ പിടിക്കണമെന്ന്. അപ്പോൾ ഒരാളെ കയറി പിടിച്ചാലും ഔട്ട് എന്ന് പറയുമ്പോൾ അന്നേരം അങ്ങ് വിടും. നോ ജംപ്. ഇപ്പൊ ഡോഗ് ഇവിടെ നമ്മുടെ ഫ്രണ്ട് നിൽക്കുക. ഹീലിൽ കൊണ്ടുവന്നു ഇരുത്തണം. അപ്പൊ ഇതൊരു 2-3 ആഴ്ച ആകുമ്പോഴത്തേനും അയാൾക്ക് ഹീൽ എന്തുകൊണ്ടെന്നുള്ളത് ഡോഗിന് മനസ്സിലാവും. ഇപ്പം സാറിനോട് ഇത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. എന്നേക്കാളും വലിയ ഉസ്താദാണ്. എനിക്കല്ല, ഇപ്പൊ നമ്മുടെ വ്യൂവേഴ്സിന് പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊരു നല്ല അനുഭവമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് വളർത്തുന്നവർക്ക് ഞാൻ പിന്നെ പറഞ്ഞില്ലേ സാറിൻ്റെ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ പിന്നെ നാടൻ ശൈലിയിലാണ്. കാര്യം മക്കൾ പോയിട്ട് ആ പിന്നെ ചാവിനെ എടുത്തുകൊണ്ടോ ആ ജനലൊക്കെ അടച്ചാല് ആ ഒരു രീതിയിൽ നമ്മുടെ നാടൻ രീതിയിലാണ് ഞാൻ. നാടൻ രീതിയിൽ നമ്മൾ ഏത് രീതിയിൽ ഡോഗിനെ വളച്ചു കൊണ്ടുവരുന്നു ആ രീതിയിൽ തന്നെ ഡോഗ് പഠിച്ചോളൂ. ഇപ്പൊ ഞാനിപ്പോ ഈ പ്രൊഫഷണലായിട്ട് ഞാൻ ഡോഗ് ഇങ്ങനെ പഠിക്കുന്നു. ചേട്ടൻ്റെ രീതിയിൽ പഠിപ്പിക്കുന്നു. അത് ആ രീതിയിൽ അത് ഡോഗ് പഠിക്കും. എന്നാലും പെർഫെക്റ്റ് ആണ്. ഞാൻ ഇനി വേറൊരാളെ രാജപാളയത്തിന് എടുത്തുകൊണ്ട് പോകുന്ന കാണിക്കാം. അയാൾ എപ്പോഴാണ് വയലന്റ് ആവുന്നതെന്നുള്ള അറിയില്ല. അയാൾ പ്രശ്നക്കാരനാണ്. Good boy. You sit. Good. ഇവരും ട്രെയിനിങ്ങിനായിട്ട് ഉണ്ടായിരുന്നു. ഹോസ്റ്റൽ സൗകര്യത്തിന് മാത്രം വന്നവരുണ്ട്. ഉണ്ട്. Good boy, come. Hill. Down. Get up. Jump. Get down. Stay. Good boy. Come. Heel. Sit. Good boy. Come. Good boy. Speak. Good speak. Good speak. No. Play. Speak. Speak. Good. Good boy. Good boy. നമ്മൾ സ്പീക്ക് പഠിപ്പിച്ചെടുക്കുന്നത് ഇങ്ങനെയാണ്. പഠിച്ചല്ലേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇല്ല. കുഴപ്പമില്ല.
Get up. Get up. Select. Get up. Select. Get up. Select. Jump. Jump. In. Down. Stay. അതിന്റെ മുകളിൽ പാവമില്ല പാവം പോലുള്ളൂ പാവം Sleep. Sleep. Get up. You relax. ഇയാള് പാവമാണ് Good boy. Come. നമ്മൾ ഒരിക്കലും ഡോഗിനെ അടിച്ചു കഴിച്ചാൽ ഒരിക്കലും നമ്മുടെ അടുത്ത് ഇങ്ങനെ വരത്തില്ല. ഭയന്നു. നമ്മൾ സ്നേഹിച്ചാൽ മാത്രമേ ഇതിനെ പഠിപ്പിക്കാനും പറ്റൂ. അതേപോലെ നമ്മളുടെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും. എനിക്കിപ്പോ ഇതിൽ രസമായിട്ട് തോന്നുന്നത് നമ്മുടെ ശബ്ദത്തിന്റെ പവർ കൊണ്ടാണ് ഇവരെ പേടിയാക്കില്ല. അതുകൊണ്ട് അതിന്റെ ഒരു ഐറ്റമാണ് ശബ്ദത്തിന്റെ വീട്ടിൽ അത് തന്നെ. വീട്ടിൽ ഞാൻ നോർമലായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കും. ഒന്ന് അപ്പോൾ വൈഫ് പിന്നെ അതിനെ വഴക്കം പറയും. കാര്യം കൊച്ചു പേടിച്ചു പോകുന്നു പറഞ്ഞിട്ട്. കാര്യം ചിലപ്പോൾ ഇതുപോലെ ഈ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ ഒച്ച എടുത്തു കഴിഞ്ഞാൽ അവർ കിട്ടിയിടാ പറയാം. അത് നമ്മളവരെ തല്ലുക അല്ലെങ്കിൽ ഒന്നും വേണ്ട. അവർക്കൊരു പേടിയും വേണം. പേടി വേണം. നമ്മള് ഒരു ഡോഗിനെ ഇപ്പം സാറിൻ്റെ ഡോഗിൻ്റെ കാര്യമില്ല. നമ്മളൊരു ഡോഗിനെ നമ്മൾ പഠിപ്പിക്കുക. നമ്മൾ ഡോഗിനെ ഒരു പ്രാവശ്യം വിളിച്ച് നമ്മുടെ അടുത്ത് വന്ന ഡോഗ് നമ്മളൊന്നും കൊടുത്തില്ല. രണ്ടാമത്തെ പ്രാവശ്യം വിളിച്ചു, ഡോഗ് നമ്മുടെ അടുത്ത് വന്നു, നമ്മളൊന്നും കൊടുത്തില്ല. മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ വിളിക്കുമ്പോൾ ഡോഗ് തന്നെ വിചാരിക്കും ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ല, എന്നെ എന്തിനെ കൂടെ കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഒരു 1-2 ആഴ്ച നമ്മൾ വിളിക്കുമ്പോൾ ഒരു ട്രീറ്റ് കൊടുക്കുകയാണെങ്കിൽ ഡോഗിന് മനസ്സിലാവും എൻ്റെ മാലിക്ക് എന്നെ വിളിക്കുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും തരാനായിരിക്കും. അങ്ങനെ 1-2 ആഴ്ച കഴിയുമ്പോൾ അതിന് അത് ഓട്ടോമാറ്റിക്കായി ആയിപ്പോവും. പിന്നെ വിളിക്കുമ്പോഴേ നമ്മുടെ അടുത്ത് വരും. ഒരിടത്ത് പരാതി പറയാനുള്ള വിളിച്ചാൽ വരുന്നില്ല, അങ്ങോട്ടോ പോകുന്നത് അങ്ങോട്ടോ. എന്തുകൊണ്ട്? ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. അത് ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് വീടിൻ്റെ ചുമതലയാണ് അതിന്. നിൽക്കുന്നുണ്ട എന്തൊരു പാവമാണെന്ന് ചോദിക്കാൻ. അപ്പം പിന്നെ ഇത് കൊട്ടാരക്കര പള്ളിക്കൽ എന്ന് പറയുന്നതാണ് ഈ സ്ഥലം. അപ്പം പിന്നെ ഈ സ്ഥാപനത്തിൻ്റെ പേര് K9. ഹോസ്റ്റൽ സൗകര്യമുണ്ട്, ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ കണ്ടല്ലോ ഫോൺ നമ്പറിലൂടെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒന്ന് പറഞ്ഞ പറയാം. 9605836106. ഇതെൻ്റെ ഫോൺ നമ്പറാണ്. എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. അതുപോലെ തന്നെ സാറിൻ്റെ ഞാൻ ഫോൺ നമ്പർ കൊടുക്കാം. എൻ്റെ കാർഡ് കൊടുക്കാം. എവിടെയെങ്കിലും പോകണമെങ്കിലേ അപ്പോൾ എവിടെയെങ്കിലും ടൂർ പോകുന്നവർക്കൊക്കെ സൗകര്യമായിട്ട് അവർ 100% എൻ്റെ ഒരു കുഞ്ഞുങ്ങളെ പോലാണ് ഞാൻ അവരെ നോക്കുന്നത്. അതിന് പിന്നെ പരിപൂർണ്ണമായിട്ടും വിശ്വസിക്കാം. എല്ലാം നല്ല സൗകര്യമുണ്ട്, നല്ല സൗകര്യമുണ്ട്. എല്ലാത്തിനും നല്ല സൗകര്യമുണ്ട്, നല്ലതാണ്.